അനീഷ്, ബി.ജെ.പിക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിയും ഇ ശ്രീധരനും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയതാണ്. ഒപ്പം തന്നെ മലമ്പുഴ, അതുപോലെ തന്നെ പാലക്കാട് നഗരം, ഈ ഭാഗത്തെല്ലാം തന്നെ ബി.ജെ.പിക്ക് കൃത്യമായ സ്വാധീനമുണ്ട്. കഴിഞ്ഞ തവണ 2 ലക്ഷത്തി ചില്ലാനം വോട്ടുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാർ വാങ്ങിച്ചത്. ഇത്തവണ അതിലും അത്ഭുതങ്ങൾ സംഭവിക്കും, അതുകൊണ്ട് തന്നെ പാലക്കാട് പിടിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ബി.ജെ.പി സ്ഥാനാർത്ഥി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ നരേന്ദ്രമോദിയുടെ വരവോടുകൂടി ബി.ജെ.പിക്ക് ഏതെല്ലാം തരത്തിൽ ഗുണമുണ്ടാവും എന്നാണ് കണക്കൂട്ടുന്നത്? തീർച്ചയായും ബി.ജെ.പിക്ക് വലിയ നേട്ടങ്ങൾ അവകാശപ്പെടാൻ കഴിയുന്ന, അല്ലെങ്കിൽ നേട്ടങ്ങളിലേക്ക് കുതിക്കാൻ കഴിയുന്ന ഒരു ഇടമാണ് പാലക്കാട് എന്ന് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. നേരത്തെ 2 വട്ടം പാലക്കാട് പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. ക്രമാനുഗതമായ ഒരു പുരോഗതി ഈ വോട്ട് വിഹിതത്തിൽ പാലക്കാട് ബി.ജെ.പിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം, അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള വാഹനവ്യൂഹം കടന്നുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ വാഹനങ്ങൾ ഈ മേഴ്സി കോളേജ് ഗ്രൗണ്ടിലേക്ക് പോയിക്കോ, കവചിത വാഹനങ്ങളടക്കമുള്ള സജ്ജീകരണങ്ങൾ, ക്യാമറകളടക്കം ക്രമീകരിച്ചിരിക്കുന്ന വാഹനങ്ങൾ ഈ മേഴ്സി കോളേജ് ഗ്രൗണ്ടിനുള്ളിലേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോളേജിനുള്ളിലേക്കും അധികം പ്രവേശനമില്ല, പക്ഷേ ആ ഗേറ്റിൽ വഴി ഈ വാഹനങ്ങൾ അകത്തേക്ക് കടന്നു പോകുന്നത് നമുക്ക് കാണാം. നമ്മൾ പറഞ്ഞു വന്നത്, ഈ ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷകളുള്ള ഒരു മണ്ഡലമാണ്. നേരത്തെ 2 വട്ടം വന്നിട്ടുണ്ട്. ബി.ജെ.പി ഇനിയും ഒരു അക്കൗണ്ട് തുറന്നാൽ അത് പാലക്കാട്ടാവും എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും വരുന്നു. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മറ്റുമൊക്കെ അത് ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. കാരണം പാലക്കാട്ടെ എം.എൽ.എ ആയ ഷാഫി പറമ്പിലാണ് ഇത്തവണ വടകരയിൽ ഈ ഇടത് മുന്നണിയുടെ ഏറ്റവും ജനസമ്മതിയുള്ള സ്ഥാനാർത്ഥികളിൽ ഒരാളായ കെ ശൈലജ ടീച്ചറെ നേരിടാൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഷാഫി മത്സരത്തിൽ ജയിക്കും എന്നാണ് UDF ക്യാമ്പ് ഉറപ്പിച്ച് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത്തരമൊരു മത്സരമുണ്ടായാൽ, അല്ലെങ്കിൽ അത്തരമൊരു മത്സരത്തിലൂടെ ഷാഫി പറമ്പിൽ പാലക്കാട് എം.എൽ.എ വിജയിച്ചാൽ ഒരുപക്ഷെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കാൻ പോകുന്ന ഇടം കൂടിയാണ് പാലക്കാട് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു സാഹചര്യം ഉണ്ടായാൽ, ഈ നിലവിലെ ഘടകങ്ങൾ അനുകൂലമാക്കിയാൽ വേണമെങ്കിൽ ഇവിടുന്ന് ഒരു എം.എൽ.എ പാലക്കാട് നിന്നും നിയമസഭയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയുമുണ്ട്. എന്തായാലും നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി മറ്റെല്ലാ കാര്യങ്ങൾക്കും അപ്പുറം മോദി ഗ്യാരണ്ടി എന്ന ഒരു പ്രചാരണ വിഷയത്തിലൂന്നിയാണ് പ്രചാരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മോദി നേരിട്ടെത്തുന്ന സ്ഥലത്ത് അതിൻ്റെ ഒരു പ്രഭാവം സൃഷ്ടിക്കാൻ കാരണമാക്കും. കാരണം കേരളത്തിലെ ഘടകങ്ങൾക്കും സംസ്ഥാന തലത്തിലെ മറ്റു വിഷയങ്ങൾക്കും അപ്പുറം മോദിയുടെ ഒരു വ്യക്തിപ്രഭാവം വോട്ടുകൾ നേടാൻ, പരമാവധി വോട്ടുകൾ സമാഹരിക്കാൻ തങ്ങൾക്ക് ഗുണകരമാവും. കാരണം ദേശീയ തലത്തിൽ തന്നെ അവർ മോദിയെ ആണ് മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. അതുകൊണ്ട് തീർച്ചയായും മോദി